യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. ഒരു വിഷമഘട്ടം വരുമ്പോ അങ്ങനെ ഓർത്തു വെച്ച് പകവീട്ടുന്ന ആളൊന്നുമല്ല ഞാൻ. ഇങ്ങനെയൊരു സീരിയസ് പ്രശ്നത്തിന്റെ സീരിയസ്നെസ് ഞാൻ മനസ്സിലാക്കുന്നു. അതുമാത്രമല്ല, ദാസാർ ഇവിടം വരെ വന്ന് പറഞ്ഞതുകൊണ്ടും ഞാൻ എന്നാൽ കഴിയുന്നൊരു സഹായം ചെയ്യാം. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. പണയമായിട്ട് വീടൊന്നും വേണ്ട. അതൊക്കെ ഒരു വലിയ അപകടമാണ്. ഒരു കുടുംബത്തിന്റെ കൂര പണയത്തിനെടുക്കുന്നത് കോടതി പോലും അംഗീകരിക്കില്ല. അതുമാത്രമല്ല, മാനസികമായിട്ട് എനിക്ക് അതിനോട് വലിയ താല്പര്യമില്ല. അല്ല, ഈടായി തരാൻ വേറൊന്നും ഇല്ലാത്തോണ്ടാ ഇങ്ങനൊരു തീരുമാനം എടുത്തത്. ഒരു കാര്യം ചെയ്യാം, ഇന്ദ്രന്റെ കട പണയമായിട്ട് തന്നേര്. അങ്ങനെയാണെങ്കിൽ ക്യാഷ് ഞാൻ അറേഞ്ച് ചെയ്യാം. സർ, പ്ലീസ് അവസരം മുതലെടുക്കരുത്. താനെന്തേ പറയുന്നേ? ഇങ്ങനെയൊരു അവസരം മുതലാക്കി ആ കടയുടെ ആധാരം ഇവിടുത്തെ അലമാരിയിൽ വാങ്ങി വെച്ചിട്ട് എനിക്കെന്ത് കിട്ടാനാ? പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം വീടും കടയെന്നൊക്കെ പറയുന്നത് ഒരുപോലെ തന്നെ. എന്തിനാ? ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞു. ബാക്കിയൊക്കെ ഇന്ദ്രൻ ആലോചിച്ച് തീരുമാനിക്കേ. ഇതില് അവസാന തീരുമാനം ഇന്ദ്രന്റെ. എന്തും തീരുമാനിക്കാം, നന്നായി ആലോചിച്ച്. തനിക്ക് പൂർണ്ണ മനസ്സുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. ശരി, എനിക്ക് സമ്മതമാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എനിക്ക് മറ്റു നഷ്ടങ്ങളെക്കുറിച്ചൊന്നും ആലോചിക്കാനില്ല. കടയുടെ ആധാരം ഞാൻ പെട്ടെന്ന് തന്നെ എത്തിക്കാം. എങ്കിൽ പിന്നെ ആ നിമിഷം തന്നെ ക്യാഷ് കൈ തന്നേക്കാം. എന്നാ പിന്നെ അധികം സമയം കളയണ്ട. നീ പോയി വേഗം കടയുടെ പ്രമാണം എടുത്തുണ്ടോ? ശരി, എങ്കിൽ നമുക്കിറങ്ങാം. സച്ചി, ഒരുപാട് നന്ദിയുണ്ട്. ഒരു ആപത്ത് ഘട്ടത്തില് വളരെ വലിയ സഹായം തന്നെയാണ് ചെയ്യുന്നത്. എന്റെ ദാസാറെ, ഇതൊന്നും അത്ര കാര്യമാക്കാനുണ്ടോ? മനുഷ്യർക്ക് പരസ്പരം സഹായിക്കാതിരിക്കാൻ പറ്റൂ? എന്നാ നമുക്കിറങ്ങാം. ശരി, ഓക്കെ. എങ്കിൽ ഇന്ദ്ര, വേഗം പോയിട്ട് വാ. ഞാൻ ക്യാഷ് റെഡിയാക്കി വെക്കാം.